നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് നഗരത്തിന് മെട്രോ റെയിൽ ഗതാഗത സംവിധാനം അത്യാവശ്യമാണെന്ന് സമഗ്ര മൊബിലിറ്റി പ്ലാൻ സംബന്ധിച്ച് ചേർന്ന അവലോകന യോഗം. കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ നിലയിലും ഇടപെടുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ജൈവഗ്രാമം, മത്സ്യത്തൊഴിലാളികൾക്ക് സംയോജിത തീരദേശ വികസന പദ്ധതി എന്നിവ പ്രഖ്യാപിച്ച് നാഷണൽ NGO കോൺഫെഡറേഷൻ. സംസ്ഥാന ബജറ്റിലെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നതായി വിവിധ വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധി യോഗം. വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് ആർപ്പോ വരയും വരിയും പരിപാടി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് നഗരത്തിന് മെട്രോ റെയിൽ ഗതാഗത സംവിധാനം വേണമെന്ന് നഗരത്തിന്റെ സമഗ്ര മൊബിലിറ്റി പ്ലാൻ സംബന്ധിച്ച് ചേർന്ന സ്റ്റേക്ക് ഹോൾഡർമാരുടെ യോഗം അഭിപ്രായപ്പെട്ടു. 27.1 കിലോമീറ്റർ നീളമുള്ള 2 കോറിഡോറുകളാണ് ആദ്യഘട്ടത്തിൽ വിഭാവനം ചെയ്യുന്നത്. കോഴിക്കോടിന്റെ വടക്കും തെക്കും ബന്ധിപ്പിക്കുന്ന വെസ്റ്റ് ഹിൽ മുതൽ രാമനാട്ടുകര വരെ 19 കിലോമീറ്ററും കിഴക്കുഭാഗത്തെയും പടിഞ്ഞാറ് ഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന ബീച്ച് മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള 8.1 കിലോമീറ്റർ ദൂരവുമാണ് 2 കോറിഡോറിൽ ഉൾപ്പെടുന്നത്. കോഴിക്കോട് സമഗ്ര മൊബിലിറ്റി പ്ലാനിന്റെ കരട് റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്നത്. രാജ്യത്തെ ഏറ്റവും വേഗത്തിൽ നഗരവൽക്കരണം നടക്കുന്ന നഗരങ്ങളിൽ ഒന്നാണ് മിനി മുംബൈ എന്നറിയപ്പെടുന്ന കോഴിക്കോടെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് MD ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. മെട്രോ റെയിൽ ഗതാഗത സംവിധാനത്തിന് സാമൂഹിക പ്രസക്തിയുണ്ടെന്നും നമുക്കതിൽ നിന്നും മാറി നിൽക്കാനാവില്ലെന്നും മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന റൂട്ടുകൾ, തിരക്കേറിയ സ്ഥലങ്ങൾ എന്നിവ പരിശോധിച്ച ശേഷമാണ് 2 കോറിഡോറുകൾ തീരുമാനിച്ചതെന്ന് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. മാസ്റ്റർ പ്ലാൻ, ടൗൺ പ്ലാനിംഗ് ഡീറ്റെയിൽസ്, all the stakeholder departments are included ആണ്. ഇപ്പോൾ ഫേസ് 1-ലെ അവർ ഐഡന്റിഫൈ ചെയ്തിരുന്ന സ്ട്രെച്ചസ് ആണ്. ഇപ്പോൾ ജില്ലാ ലെവലിലെ അപ്രൂവലിന് ശേഷം സ്റ്റേറ്റ് ലെവൽ അപ്രൂവൽ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവലിന് വേണ്ടി വരും. ഈ സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗിന്റെ ഉദ്ദേശം നമുക്ക് ഇപ്പോൾ മെട്രോ ഇൻ ദ കോഴിക്കോട് സിറ്റിയിലെ ആവശ്യമുള്ള മെട്രോ എവിടെ ആവശ്യമുണ്ട്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, അതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള മീറ്റിംഗിന്റെ ചർച്ച. ഇപ്പം ഫുൾ സ്റ്റഡി കഴിഞ്ഞിട്ട് നമുക്ക് 2 സ്ട്രെച്ചസ് മേജർലി ഐഡന്റിഫൈ ചെയ്തിരുന്നു. ഒരുവാണ് വെസ്റ്റ് ഹിൽ ടു രാമനാട്ടുകര, പിന്നെ ബീച്ച് ടു മെഡിക്കൽ കോളേജ്. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ, സബ് കളക്ടർ ഹർഷിൽ ആർ മീണ, DCP അനൂജ് പലിവാൾ, കൊച്ചി മെട്രോ റെയിൽ ഡയറക്ടർ MP റാം നവാസ്, സീനിയർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ TG ഗോകുൽ എന്നിവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ നിലകളിലും ഇടപെടുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ആവള കുട്ടോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 50ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആവള കുട്ടോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 50ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കുട്ടികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അടക്കം വലിയ മാറ്റങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്നും അതോടൊപ്പം പഠന രീതികളിലും സമൂലമായ മാറ്റം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ലോകത്തിലെ മറ്റേതൊരു സിലബസിൽ പഠിക്കുന്ന കുട്ടികളോടും മത്സരിച്ച് നിൽക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന നിലയിലേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റുന്നതിനാവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ 7.5 വർഷക്കാലമായി ഒട്ടേറെ മാറ്റങ്ങൾക്ക് വിധേയമായി. ജനകീയ പങ്കാളിത്തത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ വലിയ നിലയിൽ ശക്തിപ്പെടുത്താൻ സാധ്യമായ കാലമാണ്.
ലോക മാതൃകയായി കേരളീയ വിദ്യാഭ്യാസ മേഖല മാറി. സർക്കാർ സ്കൂളുകളിലെ ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് മുറികളായി മാറി. മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പാക്കുവാൻ ഇതിലൂടെ സാധിച്ചു. സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളുടെ പ്രവേശനത്തിന് കണക്കെടുത്ത് പരിശോധിച്ചാൽ വലിയ ശതമാനം വർധനമാണ് സർക്കാർ സ്കൂളുകളിലെ പ്രവേശനത്തിൽ പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കിഫ്ബിയുടെ വരവോടെ കേരളത്തിലെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ മാറ്റങ്ങൾ കാണാൻ വിധേയമായിട്ടുണ്ട്. സ്മാർട്ട് ക്ലാസ് മുറികൾ, ലാബുകൾ ഉൾപ്പെടെ എല്ലാ നിലയിലും ഉയർന്ന നിലവാരത്തിലേക്ക് സർക്കാർ സ്കൂളുകൾ മാറ്റാൻ കഴിഞ്ഞു. പരിപാടിയിൽ ടി.പി. രാമകൃഷ്ണൻ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ എൻ. സജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രതിഭകൾക്കുള്ള ഉപഹാര സമർപ്പണം ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N.T. ഷിജിത്ത് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം C.M. ബാബു, V.P. ദുൽഫിക്കർ, പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ കമ്മിറ്റി ചെയർമാൻ K. സജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. അജിത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. കർഷകർക്കായി ജൈവഗ്രാമം, മത്സ്യത്തൊഴിലാളികൾക്കായി സംയോജിത തീരദേശ വികസന പദ്ധതി എന്നിവ നടപ്പിലാക്കുമെന്ന് നാഷണൽ NGO കോൺഫെഡറേഷൻ. ലാപ്ടോപ്പുകൾ, തയ്യൽ മെഷീനുകൾ, ഇരുചക്ര വാഹനങ്ങൾ തുടങ്ങിയവ 50% സബ്സിഡിയിൽ വിതരണം ചെയ്തതായും ഭാരവാഹികൾ പറഞ്ഞു. നാഷണൽ NGO കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് വേണ്ടി ജൈവഗ്രാമം, മത്സ്യത്തൊഴിലാളികൾക്ക് സംയോജിത തീരദേശ വികസന പദ്ധതി എന്നിവ നടപ്പിലാക്കുമെന്ന് നാഷണൽ ചെയർമാൻ KN ആനന്ദകുമാറും ദേശീയ കോർഡിനേറ്റർ അനന്തുകൃഷ്ണനും പറഞ്ഞു. NGOസിനെ അവർക്ക് വേണ്ട രീതിയിലുള്ള അറിവ് പകരുകയും അവരെ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യുകയും അവർക്ക് വേണ്ട അനവധി കാര്യങ്ങൾ മറ്റെല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് നേടാമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയുമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ ഉദ്ദേശം. അതുപ്രകാരമാണ് ഇത് രൂപം കൊണ്ടത്. ഇതിൻ്റെ ഫൗണ്ടർ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരളയാണ്. +2 മുതൽ പഠിക്കുന്ന 25,000 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ 25,000 തയ്യൽ മെഷീനുകൾ, വോൺ ഓൺ വീൽസ് പദ്ധതി പ്രകാരം 1000 സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനം എന്നിവ നടപ്പിലാക്കി വരുന്നുണ്ട്. ലാപ്ടോപ്പ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം സ്വയം തൊഴിൽ കണ്ടെത്താനും പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. 50% തുക സബ്സിഡിയായി നൽകിയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് മോഹൻ കോട്ടൂർ, ബേബി കിഴക്കേ ഭാഗം തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന ബജറ്റിലെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നതായി വ്യാപാരി വ്യവസായി വിവിധ സംഘടനകളുടെ യോഗം വിലയിരുത്തി. എന്നാൽ ബജറ്റിൽ മലബാറിന് അർഹിക്കുന്ന പരിഗണന ലഭിക്കാത്തതിലുള്ള അസംതൃപ്തിയും യോഗത്തിൽ ഉയർന്നു. സംസ്ഥാന GST കൗൺസിൽ അംഗം C. ചാക്കുണ്ണി യോഗം ഉദ്ഘാടനം ചെയ്തു. കൊച്ചിക്കും തിരുവനന്തപുരത്തിനും ബജറ്റിൽ വൻ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ മലബാറിന് അർഹിക്കുന്ന പരിഗണന കിട്ടിയില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ GST കൗൺസിൽ അംഗം C. ചാക്കുണ്ണി അഭിപ്രായപ്പെട്ടു. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പ്രീ ബഡ്ജറ്റ് ചർച്ചയിൽ കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സമർപ്പിച്ച 20 നിർദ്ദേശങ്ങളിൽ ചിലത് പരിഗണിച്ച് നികുതി നിരക്കുകളിൽ കാര്യമായ വർധനവുകൾ വരുത്താത്തതും ടൂറിസം, കാർഷിക, ഗ്രാമവികസന, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകൾക്ക് ഊന്നൽ നൽകിയും അവതരിപ്പിച്ച ബജറ്റ് സ്വാഗതാർഹമാണെന്നും യോഗം വിലയിരുത്തി. ടൂറിസം മേഖലയ്ക്കായാലും ആരോഗ്യ മേഖലയ്ക്കായാലും വിദ്യാഭ്യാസ മേഖലയ്ക്കായാലും പ്രവാസികൾ ക്ഷേമത്തിനുൾപ്പെടെ വൻ പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ആശ്വാസം നൽകിയത് ടൂറിസ്റ്റ് ബസ്സുകളുടെ രജിസ്ട്രേഷൻ ഫീസ് കുറച്ചിട്ടുണ്ട്, അത് സ്വാഗതാർഹമാണ്. പക്ഷെ പ്രതിസന്ധി നേരിടുന്ന വ്യാപാര, വ്യവസായ, നിർമ്മാണ മേഖലയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു ആശ്വാസം നൽകിയിട്ടില്ലെങ്കിൽ ആംനസ്റ്റി സ്കീമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും പൊതുവെ ബഡ്ജറ്റ് സ്വാഗതാർഹമാണ്. ഇന്ധന നികുതി ചോർച്ച തടയുന്നതിന് സെസ് പിൻവലിക്കാത്തതും പ്രതിസന്ധി നേരിടുന്ന ചെറുകിട ഇടത്തരം വ്യാപാര, വ്യവസായ, നിർമ്മാണ മേഖലകൾക്ക് ആശ്വാസകരമായ നടപടികൾ ഇല്ലാത്തതും നിരാശപ്പെടുത്തിയെന്നും യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ MDC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു. MV കുഞ്ഞാമു, ശ്രീകല മോഹൻ, K മോഹൻകുമാർ, PI അജയൻ, P ലത്തീഫ്, CV ജോസി, CC മനോജ്, CV ഗീവർ, TP വാസു, CKP മൻസൂർ, K കുഞ്ഞൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജെൻഡർ പാർക്കിൽ ഒരുക്കിയ ആർപ്പോ വരയും വരിയും പിന്നൽപ്പം മൊഹബത്തും മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ആർപ്പോ എന്ന പേരിൽ എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച ജെൻഡർ പാർക്കിൽ ഇത്തരത്തിൽ ഒത്തുകൂടൽ നടക്കും. പൊതു ഇടങ്ങളിലെ സ്ത്രീ എന്ന വിഷയത്തിലൂന്നിയാണ് ആർപ്പോയുടെ ആദ്യ പതിപ്പ് നടന്നത്. സാഹിത്യത്തിലും എഴുത്തിലും വായനയിലും താല്പര്യമുള്ള സ്ത്രീകൾക്ക് വേണ്ടി അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രീതികളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ എഴുത്തും കുത്തും എന്ന പേരിൽ ആര്യ ഗോപിയുടെ നേതൃത്വത്തിൽ സെഷൻ സംഘടിപ്പിച്ചു. ഇതുവരെയും ഞാൻ ഇതൊന്നും കണ്ടില്ല. ചിവീടുകളുടെ ശബ്ദത്തിൽ നല്ല മാധുര്യം അനുഭവപ്പെടുന്നു. എന്റെ തിരിച്ചറിഞ്ഞില്ല. ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക, ഇരവല്ല കണ്ണീരിയ മുനയാണ്. വരയും കുറിയും സെഷന് ചിത്രകാരികളായ അമ്പിളി വിജയൻ, മജിനി തിരുവങ്ങൂർ എന്നിവർ നേതൃത്വം നൽകി. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറും ജെൻഡർ പാർക്ക് ഡയറക്ടറുമായ ഹരിത വി കുമാർ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. അതായത് സ്ത്രീകൾക്ക് ഒത്തുചേരാൻ പറ്റുന്ന ഇൻഫോർമലായ, അവർക്ക് തിയേറ്റർ ഇഷ്ടമാണെങ്കിൽ അത്, വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ, എഴുതാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ സ്വയം പ്രകാശിപ്പിക്കാനുള്ള എല്ലാ മേഖലകളിലും സഹായിക്കാൻ അല്ലെങ്കിൽ കൂടെ ചേരാൻ ആൾക്കാർ ഒത്തുചേരുന്ന ഒരിടം, ലൂസായി വളരെ ലൂസ്ലി ഡിഫൈൻഡ് ഒരു രീതിയിലുള്ള നിയമം, ഇങ്ങനെ ആവാവൂ, കവിത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവാവൂ, കഥ ഇങ്ങനെ ആവാവൂ, ഇനി വര ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ യാതൊരു നിയമപരമായ കൺസ്ട്രെയിൻസും ഇല്ലാതെ സ്ത്രീകൾക്ക് സ്വയം പ്രകാശിപ്പിക്കാനുള്ള ഇടം എല്ലാ മാസവും ഒന്നാമത്തെ ശനിയാഴ്ച കൂടി ജെൻഡർ പാർക്കിൽ വെച്ച്. ആട്ടം എന്ന പേരിൽ നാടക പ്രവർത്തക ശ്രീജ അറങ്ങോട്ടുകര നേതൃത്വം നൽകിയ തിയേറ്റർ സെഷനിൽ നാടകാഭിരുചിയുള്ള സ്ത്രീകൾ ഭാഗമായി. പരിപാടിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ ചർച്ച ചെയ്യാൻ വർത്താനം സെഷൻ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നഗരത്തിൽ കലാ സാംസ്കാരിക രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട കലയുടെ സുവർണ ജൂബിലി ആഘോഷ പ്രചരണത്തിന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. ബീച്ച് കൾച്ചറൽ വേദിയിൽ നടക്കുന്ന സുവർണ ജൂബിലി ആഘോഷം കല at 50യോടനുബന്ധിച്ചായിരുന്നു ഫ്ലാഷ് മോബ്. ബീച്ച് കൾച്ചറൽ വേദിയിലാണ് കോഴിക്കോട് നഗരത്തിലെ കലാ സാംസ്കാരിക രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട കലയുടെ സുവർണ ജൂബിലി ആഘോഷം. ഇതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നൃത്ത മത്സരങ്ങളിൽ വിജയികളായ സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ രുക്മിണി ദേവസേന, S നിവേദ്യ, KP അൻവിത, T ദേവിക, ഇമ അനൂപ്, P അവന്തിക, പാർവണ നന്ദൻ എന്നിവർ ചുവടുവെച്ചു. കലാ പ്രസിഡന്റ് തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KP അശോക് കുമാർ അധ്യക്ഷനായിരുന്നു. വിനീഷ് വിദ്യാധരൻ, M ചന്ദ്രൻ, സുരേന്ദ്രൻ പാറാടൻ, ബിജുരാജ്, CM സജീന്ദ്രൻ, K സുബൈർ, അംഗത്തിൽ അജയ്കുമാർ തുടങ്ങിയവർ സന്നിഹിതരായി. 1974 മുതൽ ഈ 2024 വരെ കോഴിക്കോട് നഗരത്തിൽ സജീവമായി നിരവധി പരിപാടികൾ, വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹാനായ കലാകാരന്മാരെ കൊണ്ടുവന്ന് പരിപാടികൾ നടത്തിയ സംഘടനയാണ് കോഴിക്കോട് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ. കോഴിക്കോട് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ ഈ വർഷം ഈ ഗോൾഡൻ ജൂബിലിയിലും ഇതുപോലെ എല്ലാ മാസങ്ങളിലും ഈ ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ വിവിധങ്ങളായ പരിപാടികൾ നടത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നവകേരള സദസ്സിന്റെ തുടർച്ചയായി നടക്കുന്ന മുഖ്യമന്ത്രിയുമായുള്ള മുഖാമുഖം ഫെബ്രുവരി 18-ന് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. 2000 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു.
നവകേരള സദസ്സിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുക്കപ്പെട്ട 10 വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ളവരുമായി നടത്തുന്ന മുഖാമുഖം പരിപാടിയിൽ ആദ്യത്തേത് വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖം ഫെബ്രുവരി 18-ന് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത് നടക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള 2000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ നൽകേണ്ടുന്ന മേഖലകളിൽ ഒന്നായി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നിശ്ചയിക്കുന്നതിന് സഹായകരമായത് ആ നിലയിൽ ഇപ്പോൾ പ്രഥമ പരിഗണന ഈ മേഖലയ്ക്ക് നൽകിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. 2000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു സദസ്സാണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. ഫെബ്രുവരി 18 മുതൽ മാർച്ച് മാസം 3 വരെയാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വ്യത്യസ്ത മേഖലകളിലുള്ളവരുടെ കൂടിയിരിപ്പുകൾ നടക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് വിദ്യാർത്ഥികളുമായിട്ടുള്ള സംവാദം. അത് ഫെബ്രുവരി 18-ാം തീയതി രാവിലെ 9:30 മുതൽ 1:30 വരെയുള്ള സമയത്തിനകത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും വലിയ ഹോളാണ് നമ്മൾ അതിനുവേണ്ടി അന്വേഷിച്ചിരുന്നത്. കോഴിക്കോടിന്റെ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പൊ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അന്വേഷണം കേന്ദ്രീകരിച്ച് അവസാനിച്ചിട്ടുള്ളത് നമ്മുടെ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഒരു പന്തൽ തയ്യാറാക്കി കെട്ടിയുണ്ടാക്കുന്ന വേദിയിൽ നമുക്ക് ഈ 2000 വിദ്യാർത്ഥികളെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു വേദി നൽകി തന്നെ പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഫെബ്രുവരി 10-നകം നൽകണമെന്നും പരിപാടിയുടെ നോഡൽ ഓഫീസർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കെ സുധീർ പറഞ്ഞു. തെരഞ്ഞെടുക്കുന്ന 50 പേർക്ക് മുഖാമുഖത്തിൽ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കാം. സംഘാടക സമിതി യോഗത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മുസ്ലിം ലീഗ് ബേപ്പൂർ മേഖലാ കൗൺസിൽ യോഗം മാത്തോട്ടം ALP സ്കൂളിൽ നടന്നു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി M കുഞ്ഞാമുട്ടി ഉദ്ഘാടനം ചെയ്തു. വോട്ട് ചാലഞ്ച് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മേഖലാ നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കും. ബേപ്പൂർ മേഖല മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച മിഷൻ 24 വോട്ട് ചാലഞ്ച് വിജയികൾക്കുള്ള സമ്മാന വിതരണം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് MI മുഹമ്മദ് ഹാജി നിർവഹിച്ചു. 2023 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് മേഖലാ സെക്രട്ടറി MV അബ്ദുൽ ജബ്ബാർ അവതരിപ്പിച്ചു. MSF സംസ്ഥാന പ്രസിഡന്റ് ഗ്രാൻഡ് വാബി മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയരുമ്പോൾ ഇന്ന് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഡൽഹി ജുമാ മസ്ജിദ്, ഡൽഹിയിലെ തെരുവിലെ ഒരു മസ്ജിദ് തകർത്തു കളയുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ നമ്മൾ കണ്ട ഒരു ചിത്രമുണ്ട്. ഗാന്ധി പ്രതിമക്ക് മുമ്പിൽ 3 മനുഷ്യർ എണീറ്റ് നിൽക്കുന്നു. ഗാന്ധി പ്രതിമക്ക് മുമ്പിൽ 3 മനുഷ്യർ, കയ്യിൽ ഒരു പ്ലക്കാർഡ് ഉണ്ട്. അവർ അവിടെ നിന്ന് പ്രായമായ 3 പേർ ഉറക്ക വിളിക്കുന്നു. ഇത് അനീതിയാണ്. ഡൽഹിയിലെ പള്ളി തകർത്തത് അനീതിയാണ്. UP-യിലെ ഗ്രാൻഡ് വാബി തകർക്കുന്നത് അനീതിയാണ്. അനീതിയാണെന്ന് പറഞ്ഞത് ഹൈദരാബാദിലെ തെരുവിൽ നിന്ന് സമ്പന്നത കൊണ്ട് ഞങ്ങൾ ഈ തെരുവിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുമെന്ന് പറഞ്ഞവർ ആ തെരുവിൽ കണ്ടില്ല. ആ 3 പേരിൽ 2 പേരും ഈ മലബാറിൽ നിന്ന് പോയ MP-മാരായ പ്രിയപ്പെട്ട അബ്ദുൽ സമദ് സമദാനിയും ET മുഹമ്മദ് ബഷീറുമായിരുന്നു എന്ന് അഭിമാനത്തോടു കൂടി നമ്മൾ പറയുകയാണ്. നമ്മൾ അങ്ങനെ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നിന്നു. പരിപാടിയിൽ മേഖലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് PP മൊയ്തീൻ കോയ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി C നൌഫൽ, TP സലീം, VP അബ്ദുൽ ജബ്ബാർ, P ബാവ, P സൈനുദ്ദീൻ, C മൊയ്തീൻ കോയ, AK മുജീബ്, ABM ശിഹാബ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കോഴിക്കോട് നളന്തയിൽ നടന്നു. MP MK രാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും വിവാഹ ഏജൻസികൾക്കും ലഭിക്കണമെന്ന് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ അസംഘടിത തൊഴിലാളി മേഖലയിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും വിവാഹ ഏജന്റുമാർക്കും ലഭ്യമാക്കണമെന്ന് കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. MK രാഘവൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതൊരു പുതിയ ബന്ധത്തിന്റെ തുടക്കമാണ്. കൂടുതൽ ബന്ധങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ രംഗത്ത്, ഈ മേഖലയിലെ നിങ്ങളുടെ പ്രവർത്തനം എല്ലാ അർത്ഥത്തിലും വൻപിച്ച് വിജയമാകട്ടെ എന്നാണ് എനിക്കിവിടെ ആശംസിക്കാനുള്ളത്.
നമ്മുടെ സമൂഹത്തിൽ കേട്ടുടനീളം മിക്ക സ്ഥലങ്ങളും വിവാഹ ബ്യൂറോ കാണാൻ സാധിക്കും. അപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് ആളുകൾ ഈ വധുവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ശൈലജ സുരേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന രക്ഷാധികാരി ജോൺസൺ കുടിയാൻമല, സംസ്ഥാന പ്രസിഡന്റ് എൽ വേലായുധൻ, സംസ്ഥാന സെക്രട്ടറി KM രവീന്ദ്രൻ, C സുനിൽകുമാർ, ജോയി കാപ്പിൽ, KD ജോസഫ്, U വേലായുധൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KM ശിവദാസൻ, ശൈലജ സുരേഷ്, C ശശിധരൻ, K രാമകൃഷ്ണൻ, U വേലായുധൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പടവുകൾ ദ്വിദിന സഹവാസ ക്യാമ്പ് ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ K കൃഷ്ണകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ പ്രവർത്തനങ്ങളോടൊപ്പം കലാപരിപാടികളും നടന്നു. പടവുകൾ എന്ന ദ്വിദിന സഹവാസ ക്യാമ്പ് ബേപ്പൂർ ഗവൺമെന്റ് HSSൽ നടന്നു. ക്യാമ്പിന്റെ ഉദ്ഘാടനം കോഴിക്കോട് കോർപ്പറേഷൻ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൃഷ്ണകുമാരി നിർവഹിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് ഉള്ളടക്കം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്നുള്ള ഒരു ആശയം നമ്മുടെ അധ്യാപകർക്ക് കൊടുത്തതാണ്. അവരുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളോട് ചേർത്ത് വളരെ ശരിക്കും എൻറിച്ച് ചെയ്തുകൊണ്ട് ഇവിടെ കാഴ്ചവെക്കുകയാണ്. കണക്ക്, സാഹിത്യം, ശാസ്ത്രം തുടങ്ങി 4 മേഖലകളിലാണ് ഇവിടെ ക്യാമ്പ് നടക്കുന്നത്. സഹവാസം എന്നുള്ള നിലയിൽ വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർ ഇന്ന് ഗോത്രവർഗ്ഗത്തിലെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഇന്ന് ഇവിടെ എത്തുന്നുണ്ട്. അവർ കടൽ കാണുന്നു, ഇവിടെ നമ്മുടെ സംസ്കൃതികൾ പരിചയപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കൗൺസിലർ ഗിരിജ ടീച്ചർ മുഖ്യാതിഥി പങ്കെടുത്തു. PTA പ്രസിഡന്റ് സുനിൽ മാധവ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ PT ഷാജി, സ്റ്റാഫ് സെക്രട്ടറി സുബീർ എന്നിവരും സംസാരിച്ചു. ലിറ്റ്മസ്, മധുരക്കണക്ക്, റിപ്ലസ്, കാവ്യജാലകം എന്നീ ക്യാമ്പുകൾക്ക് പുറമെ GHS തോൽപ്പെട്ടിയിലെ കുട്ടികളുടെ ട്വിന്നിംഗ് പ്രോഗ്രാമും നടന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് നഗരത്തിന് മെട്രോ റെയിൽ ഗതാഗത സംവിധാനം അത്യാവശ്യമാണെന്ന് സമഗ്ര മൊബിലിറ്റി പ്ലാൻ സംബന്ധിച്ച് ചേർന്ന അവലോകന യോഗം. കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ നിലയിലും ഇടപെടുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ജൈവഗ്രാമം, മത്സ്യത്തൊഴിലാളികൾക്ക് സംയോജിത തീരദേശ വികസന പദ്ധതി എന്നിവ പ്രഖ്യാപിച്ച് നാഷണൽ NGO കോൺഫെഡറേഷൻ. സംസ്ഥാന ബജറ്റിലെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നതായി വിവിധ വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധി യോഗം. വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് ആർപ്പോ വരയും വരിയും പരിപാടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.